നമസ്കാരം. 2024 ഏപ്രിൽ 1-നോ അതിനുശേഷമോ ആരംഭിക്കുന്ന അക്കൗണ്ടിംഗ് കാലയളവുകളിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. പുതിയ ICAI മാനദണ്ഡങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് വളരെ കൃത്യമായി നമുക്കിന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ബിസിനസ് ചെറുതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ ICAI പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിയിരിക്കാമെന്നാണ്. കാരണം പുതിയ നിയമങ്ങൾ പ്രകാരം ICAI നിങ്ങളുടെ സ്ഥാപനത്തെ എങ്ങനെ തരംതിരിക്കുന്നു എന്നത് നിങ്ങളുടെ റെഗുലേറ്ററി കംപ്ലയൻസ് ഭാരങ്ങളെ കാര്യമായി തന്നെ ബാധിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. പുതിയ തരംതിരിക്കൽ വിഭാഗങ്ങൾ, അതിലെ കർശനമായ MSME നിബന്ധനകൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇളവുകൾ, ട്രാൻസിഷൻ നിയമങ്ങൾ, പിന്നെ ചില നിർബന്ധിത വെളിപ്പെടുത്തലുകൾ. നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ ഈ പുതിയ ICAI തരംതിരിക്കൽ വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനികളല്ലാത്ത സ്ഥാപനങ്ങളെ ഇപ്പോൾ പ്രധാനമായും 2 ഗ്രൂപ്പുകളായാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, എല്ലാ നിയമങ്ങളും അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങളും അക്ഷരം പ്രതി പാലിക്കേണ്ട വലിയ സ്ഥാപനങ്ങൾ. രണ്ടാമത്തേത് നമ്മുടെ MSMEകൾ. ഇവർക്ക് ചില പ്രത്യേക ഇളവുകളൊക്കെ ലഭിക്കും. നിങ്ങളുടെ അക്കൗണ്ടിംഗ് ഭാരം കുറയ്ക്കുന്നത് ഈ ഇളവുകളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു MSME ആകാനുള്ള 5 കർശനമായ നിബന്ധനകൾ. ശ്രദ്ധിക്കുക, അക്കൗണ്ടിംഗ് കാലയളവിന്റെ അവസാനത്തിൽ ഒരു MSME ആയി യോഗ്യത നേടണമെങ്കിൽ നിങ്ങൾ ഈ 5 നിബന്ധനകളും പൂർണ്ണമായി പാലിച്ചിരിക്കണം. ഇതിൽ ഒരെണ്ണം മാത്രം പോരാ, 5ഉം വേണം. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ ആ നിമിഷം നിങ്ങൾക്ക് യോഗ്യത നഷ്ടപ്പെടും. ഇത് വളരെ കർശനമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സെക്യൂരിറ്റികൾ ലോകത്ത് എവിടെയും ലിസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതോ ആകാൻ പാടില്ല. അത് ഇക്വിറ്റി ആയാലും ശരി, ഡെറ്റ് ആയാലും ശരി, ലിസ്റ്റിംഗ് പാടില്ല എന്ന് ചുരുക്കം. രണ്ടാമത്തെ നിബന്ധന ബിസിനസ്സിന്റെ സ്വഭാവമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കുകൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവക്ക് ഈ MSME യോഗ്യത ലഭിക്കില്ല. അവയെ ഓട്ടോമാറ്റിക്കായി ഇതിൽ നിന്നും അയോഗ്യരാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ വ്യവസ്ഥ വിറ്റുവരവിനെക്കുറിച്ചാണ്. തൊട്ടുമുൻപുള്ള അക്കൗണ്ടിംഗ് വർഷത്തിൽ നിങ്ങളുടെ വിറ്റുവരവ് 250 കോടി രൂപ കവിയാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 250 കോടി കണക്കാക്കുമ്പോൾ മറ്റു വരുമാനങ്ങൾ, അതായത് അതർ ഇൻകം, ഒഴിവാക്കാൻ മറക്കരുത്. നാലാമതായി, നിങ്ങളുടെ കടബാധ്യത. മുൻപത്തെ അക്കൗണ്ടിംഗ് വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പോലും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കടബാധ്യത 50 കോടി രൂപയിൽ കൂടുതലാകാൻ പാടില്ല. വർഷത്തിൽ ഒറ്റ ദിവസം ഈ പരിധി കടന്നാൽ പോലും നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. അഞ്ചാമത്തെയും അവസാനത്തെയും കടമ്പ ഇതാണ്: നിങ്ങൾ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഹോൾഡിംഗോ സബ്സിഡിയറിയോ ആകാൻ പാടില്ല. വലിയ കോർപ്പറേറ്റ് ശൃംഖലകൾ വെറുതെ അവരുടെ ഘടനകൾ ഉപയോഗിച്ച് ഈ ഇളവുകൾ എടുക്കുന്നത് തടയാനാണിത്. ശരി, ഇനി MSME പദവി കിട്ടിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇളവുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു MSME ആവുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം ഈ ഇളവുകൾ തന്നെയാണ്. ശ്രദ്ധിക്കുക, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളായ AS3, AS17, AS20, പിന്നെ AS24 എന്നിവ അവയുടെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്കിനി ബാധകമല്ല. നിങ്ങളുടെ അക്കൗണ്ടിംഗ് ഭാരം എത്രത്തോളം കുറയുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് 2 വർഷത്തെ ട്രാൻസിഷൻ നിയമത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കിടയ്ക്ക് എപ്പോഴെങ്കിലും MSME പദവി നഷ്ടപ്പെട്ടിരുന്നു എന്ന് കരുതുക. ഈ ഇളവുകൾ തിരികെ ലഭിക്കാൻ നിങ്ങൾ അല്പം കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ സ്ഥാപനം തുടർച്ചയായി 2 വർഷം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഒരു MSME ആയി നിലനിന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും ഈ ഇളവുകൾ ഉപയോഗിക്കാൻ സാധിക്കൂ. അവസാനമായി, നിർബന്ധിത സാമ്പത്തിക വെളിപ്പെടുത്തലുകളെപ്പറ്റി സംസാരിക്കാം. ഈ ഇളവുകളെല്ലാം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലെ നോട്ടുകളിൽ നിങ്ങളുടെ MSME പദവി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കണം. അതുമാത്രമല്ല, ഏതെല്ലാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലാണ് നിങ്ങൾ ഈ ഒഴിവാക്കലുകൾ ഉപയോഗിച്ചതെന്നും കൃത്യമായി രേഖപ്പെടുത്തണം. എല്ലാം സുതാര്യമായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഇളവുകളെക്കുറിച്ചും വ്യക്തമായി അറിയാമല്ലോ. അപ്പോൾ ഇനി എന്നോട് പറയൂ, ഈ പുതിയ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനം ഇപ്പോഴും സുരക്ഷിതമായ ഒരു MSME തന്നെയാണോ, അതോ അറിയാതെ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വന്നോ? ഇതേപ്പറ്റി ഉടൻ തന്നെ നിങ്ങളുടെ ഓഡിറ്ററുമായി സംസാരിക്കാൻ മറക്കരുത്.